ഫ്ലവേഴ്സ് ടിവിയിൽ ഉപ്പുമുളക് സീസൺ 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2 എപ്പിസോഡ് കഴിഞ്ഞു. ആ 2 എപ്പിസോഡ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സ് വരുന്നു. എല്ലാവരും മുടിയൻ ഋഷിക്കുട്ടനെ അന്വേഷിച്ചിട്ടാണ് ഒരുപാട് കമന്റ് ചെയ്യുന്നത്. കഞ്ഞിയിൽ ഉപ്പില്ലാത്തത് പോലെയാണ് ഉപ്പുമുളകിൽ ഋഷിക്കുട്ടൻ ഇല്ലാത്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഞാൻ ഉപ്പുമുളക് അങ്ങനെ സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകനല്ല, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ കാണും. വളരെ രസകരമായ വളരെ ജനപ്രീതി കൂടിയ ഒരു പരിപാടി തന്നെയാണ് ഈ പറയുന്ന ഉപ്പുമുളകും. അപ്പൊ നമുക്കറിയാം ബിഗ് ബോസിൽ പോയിട്ട് ഉണ്ടായിരുന്നു ഋഷി. അപ്പൊ അവരുടെ ഒരു കോൺട്രാക്ട് പ്രകാരം പ്രധാനപ്പെട്ട ചാനലുകളിലേക്ക് ഒരു വർഷത്തേക്ക്, അതായത് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു വർഷത്തേക്ക് കൂടുതൽ പ്രോഗ്രാമിനും ഇവർ പോകാൻ പാടില്ല എന്നൊരു കോൺട്രാക്ട് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട 2 ചാനൽ എന്ന് വെച്ചാൽ മഴവിലും ഫ്ലവേഴ്സും ഇവരുടെ എതിരാളികളാണല്ലോ. അപ്പം അതിൽ പ്രധാനപ്പെട്ട നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു വർഷം മുമ്പേ ഈ പറയുന്ന ഋഷി ഉപ്പുമുളകിൽ നിന്നും അടികൂടി പിരിഞ്ഞു എന്നുള്ള വാർത്ത അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. അപ്പൊ അത് മാത്രമല്ല, ഫ്ലവേഴ്സിന്റെ മുതലാളി ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ഋഷിക്കെതിരായിട്ട് ഒരു വീഡിയോ, ഒരു വാർത്തക്കിടയ്ക്ക് തന്നെ അദ്ദേഹം ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേൾക്കാം. ഈ വഴി അറിയുന്ന കാര്യങ്ങളായിരിക്കില്ല സത്യം. പെട്ടെന്ന് ഈ ആർട്ടിസ്റ്റ് തടിച്ചു കൊഴുക്കും. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. അത് കൊഴുത്താൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. ചിലപ്പോൾ ചാനലിന്റെ മുകളിലേക്ക് വളരും. അങ്ങനെ വളർന്നാൽ അപ്പൊ അന്ന് നമ്മുടെ ശ്രീകണ്ഠൻ അദ്ദേഹം ഈ പറയുന്ന ഋഷിയെ വെട്ടിവീഴ്ത്തി എന്നൊക്കെ രീതിയിൽ സംസാരിച്ചത് വലിയ രീതിയിൽ വിമർശനം അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് മുതലാളി പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും ഫ്ലവേഴ്സിലേക്ക് മുടിയൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് ഉറപ്പാണ്. ഇനി പറയാൻ പറ്റില്ല. ഇതൊക്കെ സിനിമ ഫീൽഡ്, സീരിയൽ ഫീൽഡ് പോകാണ്. ചിലപ്പോൾ ഇന്ന് ശത്രു നാളെ മിത്രം, നാളത്തെ മിത്രം ഇന്നത്തെ ശത്രു എന്നൊക്കെയാണല്ലോ അവിടുത്തെ പരിപാടിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും പറയാൻ പറ്റില്ല, എന്തും സംഭവിക്കാം. അപ്പം എന്തായാലും മുതലാളി തന്നെ ഈ പറയുന്ന നമ്മുടെ ഋഷിക്കെതിരെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഇനി ഫ്ലവേഴ്സ് ടിവിയിൽ ഉപ്പും മുളകിലും കാണില്ല എന്ന് ഉറപ്പാണ് ആ കാര്യം. പക്ഷെ ഒരുപാട് പ്രേക്ഷകർ അവിടെ വന്ന് കിടന്ന് ചോദിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഇട്ടാൽ പോലും ഫസ്റ്റ് എപ്പിസോഡിന് ഏകദേശം ഞാൻ ഈ സമയത്ത് നോക്കുമ്പോൾ 17 ലക്ഷം വ്യൂവേഴ്സ്, അതായത് 1.7 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ വീഡിയോ ഇട്ടത് അത് 7 ലക്ഷത്തിന് മേളിലോട്ട് വ്യൂവേഴ്സ് എത്തി. അപ്പം കുറഞ്ഞതൊരു 10 ലക്ഷം പേര് യൂട്യൂബിൽ ഈ പറയുന്ന ഉപ്പുമുളകും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ജനപ്രിയമായ ഒരു സീരിയലില് വളരെ ജനപ്രിയനായ ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന ഋഷി എന്നുള്ളത്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഋഷിയും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലി, അവരുടെ ആ ഒരു പ്രോഗ്രാമിന്റെ സക്സസ് എന്ന് പറയുന്നത് ആ ഋഷിയും ബാലു, കേശു, ലച്ചു, ഇവരെല്ലാവരും മനസ്സിലായി, ഇവരുടെ കൊച്ചുകുട്ടി പാറു, അങ്ങനെ എല്ലാം ഇവരൊക്കെ വന്നാലേ ഒരു രസമുള്ളൂ. അതാണ് അതിന്റെ ഒരു സംഭവം. ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഒത്തുതീർപ്പാക്കി ആ പരിപാടിയിലേക്ക് പറയുകയാണെങ്കിൽ ഒരു മികച്ച എന്റർടൈൻമെന്റ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഋഷിക്കുട്ടന്റെ മുൻകോപം നമ്മൾ ബിഗ് ബോസിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മുതലാളി ശ്രീകണ്ഠൻ സാർ പറഞ്ഞത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനും പറ്റില്ല. അങ്ങനത്തെ എന്തെങ്കിലും മുൻകോപം കൊണ്ടെന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം.